അപ്പോൾ ഫൈനലി നമ്മുടെ ഗെയിമിലേക്ക് ഇനി ഒരു MCQൻ്റെ കാറും കാര്യങ്ങളൊക്കെ ആഡ് ആകാൻ പോകണം മച്ചന്മാരെ. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് ഏത് രീതിക്കൂടെ ആഡ് ആകുന്നതെന്നുള്ള റൂമറും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പം നമുക്ക് സമയം കളയാനില്ല, നമുക്ക് നേരെ അങ്ങ് ചർച്ച ചെയ്ത് തുടങ്ങിയേക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് ഈ കാർ ആഡാകാൻ പോകുന്നത് RGS മെനു വഴിയാണ് കൂടുതലും ചാൻസ്. പിന്നെ ഇതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം MCQൻ്റെ ഒരു തീം ഇതാണല്ലോ, അപ്പം മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഗൈസ്. അപ്പം നിങ്ങൾ ഈ കാണുന്ന ഒരു രീതിയിൽ തന്നെ നമ്മുടെ MCQ കാറ് വരുവുള്ളൂ. പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അപ്ഡേഷൻ വേറെ എന്തെങ്കിലും ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ നമ്മൾ ഗെയിമറിനോട് ചോദിക്കുന്നതായിരിക്കും ഗൈസ്. അപ്പം ഇതെന്തായാലും നെക്സ്റ്റ് അപ്ഡേറ്റിലേക്ക് വരാൻ മെയിനായിട്ട് ചാൻസ് ഉള്ള ഒരു സാധനം കൂടിയാണ് ഗൈസ് ഈ ഒരു കാറെന്ന് പറയുമ്പം. അപ്പം ഗൈസ് ഈ കാറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത്രയൊക്കെ ഉള്ളൂ. നെക്സ്റ്റ് അപ്ഡേറ്റിലേക്ക് ഇത് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇത് ഞങ്ങൾക്കൊക്കെ കിട്ടിയായിരുന്നു, ഗെയിമേഴ്സിനൊക്കെ കിട്ടിയായിരുന്നു. നിങ്ങൾക്ക് ഇച്ചിരി വൈകും ഗൈസ് കിട്ടാൻ, അടുത്ത അപ്ഡേറ്റിലേക്കൊക്കെ കിട്ടുള്ളൂ ഗൈസ്. അപ്പം ഇത്രയൊക്കെയുള്ള ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഗൈസ് ടാറ്റാ, ലവ് യു ഓൾ ആൻഡ് ടേക്ക് കെയർ ഗൈസ്. പിന്നെ ഇതൊരു ഷോർട്ട് വീഡിയോ ആണ്, ചെറിയൊരു വീഡിയോ ആയിരുന്നു ഗൈസ്. അപ്പം ടാറ്റാ. Thank you for watching this video.